Good afternoon, all. Good afternoon, ma'am. Good afternoon. ബാക്കി ആരുമില്ലേ? Good afternoon, ma'am. Ma'am, miss, ഒരു ജോലി ശരിയായിട്ടുണ്ട്. ഓ ഒരു ജോലിക്ക് കേറിയിട്ടുണ്ടെന്ന്. എന്ന് ജോയിൻ ചെയ്തു? HR സെക്ഷനിൽ തന്നെയാണോ? അല്ല, ഇവിടെ ഞങ്ങളുടെ അടുത്ത് DTP സെന്ററിൽ. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു മിസ്. താൽക്കാലികമായിട്ടാണ്. ഓക്കെ, ഇപ്പൊ ജോയിൻ ചെയ്തിട്ടല്ലേ ഉള്ളൂ. ഇനി നമുക്ക് HRM ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റി നോക്കാം കേട്ടോ. ജസ്റ്റ് നമുക്ക് പ്രാക്ടീസ് ആവുമല്ലോ, വീട്ടിൽ വെറുതെ പ്രാക്ടീസ് ആവുമല്ലോ. ക്ലാസ്സിൽ കയറാൻ പറ്റുമോ അപ്പൊ? ഇന്ന് ഇപ്പൊ ഞാൻ ഓണാക്കി വെച്ചിട്ടുണ്ട്, വർക്ക് ഉണ്ട്. ക്ലാസ് കാണാം, അതല്ലെങ്കിൽ ഒഴിവ് കിട്ടുമ്പോ റെക്കോർഡഡ് ക്ലാസ് കാണാം കേട്ടോ. തിങ്കളാഴ്ച മുതലാ കയറിയത്. അതിന്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ട്. കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ക്ലാസ് കാണാം കേട്ടോ. നമ്മുടെ റെക്കോർഡഡ് ക്ലാസ് കാണാം. ഇനിയിപ്പോ നമുക്ക് കുറച്ചല്ലേ എടുക്കാനുള്ളൂ. ഒരുവിധമൊക്കെ ആയല്ലോ, പോർഷൻസ് ഒക്കെ ഒരുവിധം കംപ്ലീറ്റ് ആയല്ലോ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? കഴിഞ്ഞ ന്യൂസ് എടുത്ത് നോക്കിയോ എല്ലാവരും? എന്താണ് തീരാറായപ്പോ ഒരു ഉഷാറില്ലല്ലോ ആർക്കോ? പണ്ടത്തെ ഒരു ഇതൊന്നും ഇല്ലല്ലോ. ഓക്കെ, നമുക്ക് തുടങ്ങാം അല്ലെ? മിസ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? കഴിഞ്ഞ ന്യൂസ് എടുത്ത് നോക്കിയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ആദ്യം പഠിച്ചതൊക്കെ മറന്നുപോയോ? ഓക്കെ, ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ടൈം കിട്ടുന്ന പോലെ റിവിഷൻ ഒക്കെ ചെയ്യാം കേട്ടോ. ടെൻഷൻ അടിക്കണ്ട കേട്ടോ ആരും. ഇടയ്ക്ക് നിങ്ങൾക്ക് കിട്ടുമ്പോ, നിങ്ങൾക്ക് സമയമൊക്കെ കിട്ടുമ്പോ ഒന്ന് മറിച്ചൊക്കെ നോക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് പോർഷനൊക്കെ എടുത്ത് തീർന്നിട്ടേ സമയം പോലെ റിവിഷനൊക്കെ നടത്താം കേട്ടോ. ആരും ടെൻഷനൊന്നും അടിക്കണ്ട, മറന്നു പോയല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ടാ. തുടങ്ങാം അല്ലേ നമുക്ക് ക്ലാസ്? ട്രേഡ് യൂണിയൻസ് ആണല്ലേ മിസ് എടുത്തോണ്ടിരുന്നത്? ട്രേഡ് യൂണിയൻസിലെ മിസ് റോൾ ഓർ ഫങ്ഷൻസ് ഓഫ് ട്രേഡ് യൂണിയൻസ് കംപ്ലീറ്റ് ചെയ്തു അല്ലെ? നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ട്രേഡ് യൂണിയൻസ്. അപ്പൊ പലതരത്തിലുള്ള ട്രേഡ് യൂണിയൻസ് ഉണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണ് എന്നാണ് നെക്സ്റ്റ് പഠിക്കുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രേഡ് യൂണിയൻസ്. എന്താണ്? പലതരത്തിലുള്ള ട്രേഡ് യൂണിയൻസ് ഉണ്ട്. ക്യാൻ ബി ക്ലാസിഫൈഡ് ഓൺ ദ ഫോളോയിങ് ബേസിസ് അല്ലെ? എന്താണ്? നമ്മ താഴെ തന്നിരിക്കുന്ന ആ ഒരു ബേസിസിലാണ് എന്താ ട്രേഡ് യൂണിയൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് ട്രേഡ് യൂണിയൻസ് ഓൺ ദ ബേസിസ് ഓഫ് പർപ്പസ്. ആ ഒരു ട്രേഡ് യൂണിയൻസിന്റെ പർപ്പസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ട്രേഡ് യൂണിയൻസിനെ തരംതിരിക്കുന്നുണ്ട്. രണ്ടായി തരംതിരിക്കുന്നുണ്ട്. ഫസ്റ്റത്തെ ട്രേഡ് യൂണിയൻസ് റിഫോമിസ്റ്റ് യൂണിയൻ, രണ്ടാമത്തത് റെവല്യൂഷണറി യൂണിയൻസ്. എന്താണ്? ഓൺ ദ ബേസിസ് ഓഫ് പർപ്പസ് അല്ലെ? ഉദ്ദേശം. ആ ഒരു ട്രേഡ് യൂണിയൻസ് നിർമ്മിച്ചതിന്റെ ആ ഒരു ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തില് നമ്മൾ ട്രേഡ് യൂണിയൻസിനെ രണ്ടായി തരംതിരിക്കുന്നുണ്ട്. ഫസ്റ്റ് വരുന്നത് റിഫോമിസ്റ്റ് യൂണിയൻ അല്ലെ? രണ്ടാമത്തത് റെവല്യൂഷണറി യൂണിയൻ. നെക്സ്റ്റ് പറയുന്നത് ഓൺ ദ ബേസിസ് ഓഫ് മെമ്പർഷിപ്പ് സ്ട്രക്ചർ. ആ ഒരു മെമ്പർഷിപ്പിന്റെ ഘടനയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ട്രേഡ് യൂണിയൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്.
അതേപോലെ നമ്മൾ റീഫോമിസ്റ്റ് യൂണിയൻ എന്ന് പറഞ്ഞില്ലേ, പർപ്പസിന്റെ അടിസ്ഥാനത്തില് റീഫോമിസ്റ്റ് യൂണിയനിൽ 2 തരത്തിലുള്ള ട്രേഡ് യൂണിയൻസ് വരുന്നുണ്ട്. ഫസ്റ്റത്തത് ബിസിനസ് യൂണിയൻ, രണ്ടാമത്തത് അപ്ലിഫ്റ്റ് ഓർ ഫ്രണ്ട്ലി യൂണിയൻ. നിങ്ങൾക്ക് ഇതിനെ കുറിച്ചൊക്കെ ഇനി പഠിക്കാനുണ്ട് കേട്ടോ. ജസ്റ്റ് ഈ ഫ്ലോ ചാർട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കാം, ഓരോന്നിനെ കുറിച്ച് പഠിക്കാനുണ്ട് കേട്ടോ. നെക്സ്റ്റ് റെവല്യൂഷണറി യൂണിയൻ. റെവല്യൂഷണറി യൂണിയൻസ് എന്ന് പറഞ്ഞാല് അനാർക്കിസ്റ്റ് യൂണിയൻ, പൊളിറ്റിക്കൽ യൂണിയൻ, പ്രഡേറ്ററി യൂണിയൻ ആൻഡ് ഡിപെൻഡന്റ് യൂണിയൻ. അങ്ങനെ റെവല്യൂഷണറി യൂണിയനെ നമ്മൾ 4ആയി ക്ലാസിഫൈ ചെയ്യുന്നു. നെക്സ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് മെമ്പർഷിപ്പ് സ്ട്രക്ചർ അല്ലെ, എന്താണ് മെമ്പർഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ ട്രേഡ് യൂണിയൻസിനെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഫസ്റ്റ് എത്തത് ക്രാഫ്റ്റ് യൂണിയൻ. ക്രാഫ്റ്റ് യൂണിയൻ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അവര് വർക്ക് ചെയ്യുന്ന ആ ഒരു ജോലിയുടെ അടിസ്ഥാനത്തില് ഓരോ പർട്ടിക്കുലർ ജോലികൾ ചെയ്യുന്ന ആളുകളിൽ ഇപ്പൊ നിങ്ങൾ ഡ്രൈവേഴ്സ് അസോസിയേഷൻ കേട്ടിട്ടുണ്ടോ? ടീച്ചേഴ്സ് അസോസിയേഷൻ, ലേബേഴ്സ് അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല ആരും? ഡോക്ടേഴ്സ് അസോസിയേഷൻ കേട്ടിട്ടുണ്ടോ? അവര് ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ ക്രാഫ്റ്റിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ആ ഒരു സ്പെഷ്യലൈസേഷന്റെ അടിസ്ഥാനത്തില്, അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തില് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എംപ്ലോയീസ് ട്രേഡ് യൂണിയൻസ് സ്ഥാപിക്കുന്നുണ്ട്. അതാണ് ഫസ്റ്റത്തെ ക്രാഫ്റ്റ് യൂണിയൻ. രണ്ടാമത് വരുന്നത് ഇൻഡസ്ട്രിയൽ യൂണിയൻ, മൂന്നാമത്തത് സ്റ്റാഫ് യൂണിയൻ, നാലാമത് വരുന്നത് ജനറൽ യൂണിയൻ. അങ്ങനെ മെമ്പർഷിപ്പിന്റെ അടിസ്ഥാനത്തില് ട്രേഡ് യൂണിയൻസിനെ 4ആയി ക്ലാസിഫൈ ചെയ്യുന്നു. ഇനി ഓരോന്നും പഠിക്കാം അല്ലെ. ഫസ്റ്റത്തെ വരുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രേഡ് യൂണിയൻസ് ഓൺ ദ ബേസിസ് ഓഫ് പർപ്പസ് അല്ലെ. എന്താണ് പർപ്പസിന്റെ അടിസ്ഥാനത്തില് നമ്മൾ ട്രേഡ് യൂണിയൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നു. അക്കോർഡിംഗ് ടു വേരിയസ് പർപ്പസ് ദാറ്റ് ദേ സെർവ്, ട്രേഡ് യൂണിയൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഓഫ് ദി ഫോളോയിങ് ടൈപ്സ് അല്ലെ. എന്താണ് നമ്മ ആ ഒരു ട്രേഡ് യൂണിയൻസ് നമുക്ക് നൽകുന്ന സേവനങ്ങളുടെ വിവിധ ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തില് ട്രേഡ് യൂണിയൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അല്ലെ. താഴെ തന്നിരിക്കുന്ന ആ ഒരു ടൈപ്പില് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് എത്തത് എന്താണ്? റിഫോമിസ്റ്റ് യൂണിയൻ. ആരുല്ലേ? എന്താണെന്ന് ആരുടെ ഭാഗത്തുനിന്നൊന്നും ഒരു റെസ്പോൺസ് ഇല്ലല്ലോ. ഓർക്കാണോ എല്ലാവരും? ചോറിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ ട്രേഡ് യൂണിയൻസ് അവര് നമുക്ക് നൽകുന്ന സേവനങ്ങളുടെ ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തില് ട്രേഡ് യൂണിയൻസിനെ താഴെ പറയുന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നു അല്ലെ. ഫസ്റ്റ് വരുന്നത് റിഫോമിസ്റ്റ് യൂണിയൻ. റിഫോമിസ്റ്റ് യൂണിയൻ എന്താണെന്ന് നോക്കിയേ. ദ മെയിൻ എയിം ഓഫ് റിഫോമിസ്റ്റ് യൂണിയൻ ഈസ് ടു പ്രിസർവ് ദ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി and to maintain such a type of employee relation that can lead to competitive production അല്ലെ. എന്താണ് ഇത്തരം യൂണിയനുകളുടെ മെയിൻ ആയിട്ടുള്ള എയിം, ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി അല്ലെ, നമ്മുടെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയും കൂടാതെ നമ്മുടെ എന്താണ് എംപ്ലോയീസിന്റെ ആ ഒരു റിലേഷൻസില് കോമ്പറ്റേറ്റീവ് പ്രൊഡക്ഷൻ ഉണ്ടാക്കുക അല്ലെ. എന്താണ്? മത്സരാധിഷ്ഠിത ഉൽപാദനക്ഷമതയിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള ബന്ധങ്ങൾ നിലനിർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ റിഫോമിസ്റ്റ് യൂണിയന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. മത്സരാധിഷ്ഠിത കോമ്പറ്റേറ്റീവ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു കമ്പനിയില് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനില് എന്താണ് അവിടുത്തെ സാധനങ്ങളോ അല്ലെങ്കിൽ സേവനങ്ങളോ എന്താണ് കാര്യക്ഷമമായും ഫലപ്രദമായിട്ടും ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവിനെയാണ് എന്താ പറയുന്നത്? കോമ്പറ്റേറ്റീവ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് എങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റണം? 100% എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റണം അല്ലേ? ആണോ? കോമ്പറ്റേറ്റീവ് പ്രൊഡക്ഷൻ ഉണ്ടാകണമെങ്കിൽ ഒരു മത്സരാധിഷ്ഠിത ഉൽപാദനക്ഷമത, അതായത് മാക്സിമം ആ ഒരു പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കുക എന്ന് വെച്ചാല് നമ്മുടെ എംപ്ലോയീസ് എങ്ങനെ വർക്ക് ചെയ്യണം? 100% എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യണോ? കാര്യക്ഷമമായിട്ട് വർക്ക് ചെയ്യണോ?
എന്നാലാണ് ഉൽപാദനക്ഷമത കൂടുള്ളൂ അല്ലെ? ആണോ? ആണ് അല്ലെ? അപ്പൊ എന്താണ് അങ്ങനെ ആ ഒരു കോമ്പറ്റേറ്റീവ് പ്രൊഡക്ഷനിലേക്ക് നയിക്കുന്ന രീതിയിൽ നമ്മുടെ എംപ്ലോയീസിന്റെ റിലേഷൻ കൊണ്ടുവരാ, അവർക്കിടയിൽ അങ്ങനെ ഒരു റിലേഷൻ നിലനിർത്തുക. കൂടാതെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയെയും സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ റിഫോമിസ്റ്റ് യൂണിയന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. നമുക്ക് ആ ഒരു കോമ്പറ്റേറ്റീവ് പ്രൊഡക്ഷൻ ഉണ്ടാക്കണം, ഒരു കമ്പനിയിൽ അങ്ങനെയുള്ള ഒരു കോമ്പറ്റേറ്റീവ് പ്രൊഡക്ഷൻ ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് ആകണോ? നമ്മ ഒരു കമ്പനിയിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമല്ലേ നമുക്ക് ശരിയായ രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആണോ? എന്താ മക്കളെ മിണ്ടാതിരിക്കുന്നേന്ന്? ആണ്. അങ്ങനെ അവരെ സാറ്റിസ്ഫൈഡ് ആകണമെങ്കിൽ അവർക്ക് എന്ത് കിട്ടണം? അവർക്ക് ആവശ്യമായിട്ടുള്ള നീഡ്സുകൾ അല്ലെ, അവരുടെ ആവശ്യകതകൾ, അവരുടെ റിക്വയർമെന്റ്സുകൾ, അവരുടെ ബെനിഫിറ്റ്സുകൾ, അവർ ചെയ്യുന്ന ജോലിക്കുള്ള സാലറി ഒക്കെ കിട്ടണോ? കിട്ടണം അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഒരു കോമ്പറ്റേറ്റീവ് നമ്മുടെ എംപ്ലോയീസിന്റെ ഇടയിൽ ഉയർന്ന ഉൽപാദനക്ഷമത അല്ലെ, മത്സരാധിഷ്ഠിത ഉൽപാദനക്ഷമ കൊണ്ടുവരുന്നതിനുള്ള ഒരു റിലേഷൻ, തൊഴിലാളികളുടെ ഇടയിൽ ഒരു റിലേഷൻ നിലനിർത്തുന്നതും കൂടാതെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയെ സുരക്ഷിതമാക്കുക എന്നുള്ളതുമാണ് നമ്മുടെ റിഫോമിസ്റ്റ് യൂണിയന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് these union also prefer to carry on the prevalent political, economic and social framework അല്ലെ? ഈ യൂണിയനുകള് നിലവിലുള്ള രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക ചട്ടക്കൂടുകളെ നിലനിർത്താൻ ഇഷ്ടപ്പെടുന്നു അല്ലെ? അവരെന്താണ്? നമ്മുടെ എംപ്ലോയീസിന്റെ പൊളിറ്റിക്കൽ ആയിട്ടുള്ളത് നമ്മൾ ഒരുപാട് ഇതിക്ക് മുമ്പ് പറഞ്ഞു അല്ലെ, പൊളിറ്റിക്കൽ പാർട്ടീസിൽ ട്രേഡ് യൂണിയൻസ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട് അല്ലെ? പൊളിറ്റിക്കൽ ഓപ്പറേഷൻസിലൂടെ നമ്മുടെ തൊഴിലാളികളുടെ ആവശ്യകതകളെ നിറവേറ്റി കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു അല്ലെ? അപ്പൊ ആ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള സമ്പദ് വ്യവസ്ഥ അല്ലെ, അവർക്ക് ആവശ്യമുള്ള ബെനിഫിറ്റ്സുകൾ കൊടുക്കുക, അവർക്ക് ആവശ്യമായ സാലറീസ് കൊടുക്കുക അല്ലെ, മറ്റു ബെനിഫിറ്റ്സുകളൊക്കെ കൊടുത്ത് അവരെന്താണ് ഇക്കണോമിക്കലായിട്ട് അവർക്ക് സഹായിക്കുക. നെക്സ്റ്റ് സോഷ്യൽ ആയിട്ടുള്ള അല്ലെ, സാമൂഹികമായിട്ടുള്ള ചട്ടക്കൂടുകള് നിലനിർത്താൻ എന്ത് ചെയ്യുന്നത്? ഈ ഇത്തരത്തിലുള്ള യൂണിയൻസ് ഇഷ്ടപ്പെടുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് these unions have further been divided into two subgroups. അതായത് നമ്മൾ റിഫോമിസ്റ്റ് യൂണിയനെ വീണ്ടും രണ്ടായിട്ട് തരം തിരിക്കുന്നുണ്ട്. ഫസ്റ്റത്തെ വരുന്നത് ബിസിനസ് യൂണിയൻ അല്ലെ? Such unions are set up in such an atmosphere where employee-employer relations are harmonious. ഇത്തരത്തിലുള്ള ബിസിനസ് യൂണിയൻസ് സ്ഥാപിക്കപ്പെടുന്നത് എവിടെയാണ്? നമ്മുടെ തൊഴിലാളിയും തൊഴിലുടമകളും തമ്മിലുള്ള ഒരു യോജിപ്പുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ മാത്രമാണ് ഇത്തരം യൂണിയൻസുകൾ സ്ഥാപിക്കപ്പെടുന്നത്. അവര് തമ്മിൽ തർക്കങ്ങളുണ്ട്, അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള സിറ്റുവേഷനിൽ എന്താണ് ഇത്തരം യൂണിയനുകൾ സ്ഥാപിക്കപ്പെടുന്നില്ല. അപ്പൊ നമ്മുടെ എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള ഒരു ഐക്യമുള്ള അല്ലെ, ഒരു യോജിപ്പുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ബിസിനസ് യൂണിയനുകൾ സ്ഥാപിക്കപ്പെടുന്നത്. These unions indulge in collective bargaining with the employers in order to safeguard the interest of the employees. അല്ലെ? എന്താണ്? ജീവനക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, സേഫ് ഗാർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം യൂണിയനുകൾ എന്ത് നടത്തുന്നുണ്ടെന്ന്? കളക്റ്റീവ് ബാർഗൈനുകൾ ഏർപ്പെടുന്നു. ഒക്കെയാണോ? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ? എംപ്ലോയീസിന്റെ നീഡ്സുകളും ഇൻട്രസ്റ്റുകളും അവരുടെ ബെനിഫിറ്റ്സുകളും അവർക്ക് ആവശ്യമായിട്ടുള്ള പോളിസികളൊക്കെ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ്? ട്രേഡ് യൂണിയൻസ് കളക്റ്റീവ് ആയിട്ടുള്ള ബാർഗൈനിങ്ങിൽ ഏർപ്പെടുന്നു അല്ലെ? മാനേജ്മെന്റുമായിട്ട് പഠിച്ചാലേ കൂട്ടായ വിലപേശലിൽ ഏർപ്പെടുന്നു. ഓക്കെയാണോ അത്? അപ്പൊ ഇത്തരം ബിസിനസ് യൂണിയനുകള് നമ്മുടെ എംപ്ലോയീസിന്റെ അല്ലെ, തൊഴിലാളികളുടെ താല്പര്യങ്ങള് സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ടെന്ന്? കളക്റ്റീവ് ബാർഗൈനിങ്ങിൽ ഏർപ്പെടുന്നു. നെക്സ്റ്റ് പറയുന്നത് the emphasis is laid on craft rather than class.
എന്ന് വെച്ചാല് ഇത്തരം യൂണിയനുകള് ആ ഒരു എംപ്ലോയീസ് ഏത് ക്ലാസ്സിൽ പെടുന്നു, മാനേജർ ആണോ അല്ലെങ്കിൽ ടോപ്പ് ലെവലിൽ വർക്ക് ചെയ്യുന്നവരാണോ അല്ലെങ്കിൽ താഴെ തട്ടില ലോ ലെവലിൽ വർക്ക് ചെയ്യുന്നവരാണോ, അങ്ങനെയുള്ള ആ ഒരു ക്ലാസ്സിനെല്ലാം മുൻതൂക്കം നൽകുന്നത്. മറിച്ച് എന്താണ്, അവരുടെ ക്രാഫ്റ്റിലെ അവരുടെ സ്കില്ലുകൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത്. ഓക്കെയാണോ? മനസ്സിലാണോ? നമ്മുടെ അടുത്തുള്ള അംഗങ്ങള് തൊഴിലാളികള് ഏത് സെക്ഷനിലാണ്, ഏത് സ്ഥാനത്താണ്, ഏത് പൊസിഷനിലാണ് വർക്ക് ചെയ്യുന്നതല്ല അവർ നോക്കുന്നത്. ജസ്റ്റ് അവരുടെ സ്കില്ലുകൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെയാണോ? അവരുടെ കഴിവുകൾക്ക്, എബിലിറ്റീസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് these unions give greater preference to those negotiations and settlement which are voluntary instead of those which are reluctant in nature. അല്ലെ? എന്താണ് നമ്മുടെ ഈ ഒരു ചർച്ചകൾ നടത്തുമ്പോൾ അത് അവിടെ നമ്മുടെ മാനേജ്മെന്റ് എങ്ങനെയായിരിക്കണം പങ്കെടുക്കേണ്ടത്? റിലക്റ്റന്റ് ഇൻ നേച്ചർ, വിമുഖതയോടുകൂടി അല്ലെങ്കിൽ മനസ്സില്ലാ മനസ്സോടെ ആയിരിക്കണോ പങ്കെടുക്കേണ്ടത്? ആണോ? അല്ല, സ്വമേധയെ എന്ത് ചെയ്യണം അവര്? നമ്മുടെ എംപ്ലോയീസിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം അല്ലെ അവര്? ആണോ? ആണോ? മാനേജ്മെന്റിൽ നിന്ന് ഒരു വിമുഖത കാണിക്കാൻ പാടുണ്ടോ? ഒത്തുതീർപ്പിന്റെ ഇടയിലൊക്കെ നെഗോസിയേഷൻ നടത്തുന്ന സമയത്ത് ഇല്ല അല്ലെ? അപ്പൊ നമ്മുടെ ഇത്തരം യൂണിയനുകള് കൂടുതൽ ഇമ്പോർട്ടൻസ്, കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് എങ്ങനെയുള്ള നെഗോഷിയേഷൻസുകൾക്കാണ്? നമ്മുടെ റിലക്റ്റന്റ് ഇൻ നേച്ചർ അല്ലെ, വിമുഖതയുള്ള അല്ലെങ്കിൽ മനസ്സില്ലാ മനസ്സോടെയുള്ള ചർച്ചകൾക്കും ഒത്തുതീർപ്പുകൾക്കുമല്ല, മറിച്ച് സ്വമേധയായുള്ള എന്താണ് ചർച്ചകൾക്കാണ് ഇത്തരം യൂണിയൻസ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മുടെ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു വിമുഖത അല്ലെങ്കിൽ എന്താണ് ഒത്തുതീർപ്പ്, മനസ്സില്ലാ മനസ്സോടെയുള്ള ഒത്തുതീർപ്പുകൾക്കോ ചർച്ചകൾക്കോ അല്ല ഇത്തരം യൂണിയനുകള് മോർ പ്രിഫറൻസ് കൊടുക്കുന്നത്. സ്വമേധയായുള്ള അവര് സ്വന്തം ഇഷ്ടപ്രകാരം നടത്തുന്ന ചർച്ചകൾക്കാണ് ഇമ്പോർട്ടൻസ് നൽകുന്നത്. ഓക്കെയാണോ? ബിസിനസ് യൂണിയൻ എന്ന് പറഞ്ഞത് എന്താണ്? നമ്മുടെ എംപ്ലോയിയും എംപ്ലോയറും തമ്മിലുള്ള ഒരു ഐക്യമുള്ള അല്ലെങ്കിൽ ഒരു യോജിപ്പുള്ള അറ്റ്മോസ്ഫിയറിലാണ് ഇത്തരം യൂണിയനുകൾ സ്ഥാപിക്കപ്പെടുന്നത്. കൂടാതെ എന്താണ്? എംപ്ലോയീസിന്റെ അല്ലെ തൊഴിലാളികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇത്തരം യൂണിയനുകൾ കൂട്ടായ ചർച്ചകളിൽ വിലപേശലുകളിൽ ഏർപ്പെടുന്നു. ഇത്തരം യൂണിയനുകള് ആ ഒരു അംഗങ്ങൾ, നമ്മുടെ ട്രേഡ് യൂണിയൻസിലുള്ള മെമ്പേഴ്സ് ഏത് ക്ലാസ്സിൽ ഉൾപ്പെടുന്നു എന്നല്ല നോക്കുന്നത്, മറിച്ച് അവരുടെ എബിലിറ്റീസ്, അവരുടെ സ്കില്ലുകൾക്കാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത്. കൂടാതെ നമ്മുടെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള മനസ്സില്ലാ മനസ്സോടെയുള്ള ചർച്ചകൾക്കും ഒത്തുതീർപ്പുകൾക്കുമല്ല ഇത്തരം യൂണിയനുകൾ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് അല്ലെ, മറിച്ച് അവരുടെ സ്വമേധയായുള്ള അവർക്ക് സ്വന്തം മനസ്സാലെ അവര് നടത്തുന്ന ചർച്ചകൾക്കാണ് ഇത്തരം യൂണിയനുകൾ ഇമ്പോർട്ടന്റ് നൽകുന്നത്. ഓക്കെയാണോ? എല്ലാവർക്കും ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് ഫ്രണ്ട്ലി ഓർ അപ്ലിഫ്റ്റ് യൂണിയൻസ് അല്ലെ. ആ പേരിൽ തന്നെ ഉണ്ട് അല്ലെ. These unions work friendly or uplift unions. These unions work with the intent to uplift the employees morally, socially and intellectually. എന്താണ്? ജീവനക്കാരുടെ മോറലി, ധാർമ്മികപരമായിട്ടും സാമൂഹികപരമായിട്ടും ഇന്റലക്ച്വൽ ഭൗതികമായും അവരെ ഉയർത്തുക എന്നുള്ളതാണ്, അവരുടെ ഒരു ഉന്നമനമാണ് അല്ലെ എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇത്തരം യൂണിയനുകള് പ്രവർത്തിക്കുന്നത്. നമ്മുടെ എംപ്ലോയീസിന് എന്താണ്? ധാർമ്മികപരമായിട്ടും സാമൂഹികപരമായിട്ടും ഭൗതികപരമായിട്ടും അല്ലെ അതെന്താണ്? അവരെ ഉയർത്തുക എന്നുള്ളതാണ് ഇത്തരം യൂണിയനുകളുടെ ലക്ഷ്യം.
Such unions focus on welfare concern of employees like health insurance, education and other benefits. അല്ലെ എന്താണ് ഇത്തരം യൂണിയനുകള് ഫോക്കസ് ചെയ്യുന്നത് എന്തിലേക്കാണ്? സച്ച് യൂണിയൻസ് അല്ലെ ഇത്തരം ഫ്രണ്ട്ലി ഓർ അപ്ലിഫ്റ്റ് യൂണിയൻസുകൾ എന്തിലേക്കാണ് കേന്ദ്രീകരിക്കുന്നത്? കൂടുതലാ നമ്മുടെ എംപ്ലോയീസിന്റെ വെൽഫെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൺസേണുകളിലേക്ക്, ആശങ്കകളിലേക്കാണ് ഇത്തരം യൂണിയനുകൾ കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എന്തൊക്കെയാണ്? ഹെൽത്ത് ഇൻഷുറൻസ്, എഡ്യൂക്കേഷൻ, മറ്റ് ബെനിഫിറ്റ്സുകളിലേക്കാണ് ഇത്തരം യൂണിയനുകൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെയാണോ? ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് ഓക്കെ, these unions are much more concerned about the interest of employees instead of being craft conscious. അല്ലെ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? ബിസിനസ് യൂണിയനിൽ പറഞ്ഞു അവർ ഏത് ക്ലാസ്സിലാണ് പെടുന്നത് എന്നല്ല അല്ലെ, അവരെ ക്രാഫ്റ്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു അല്ലെ. ഇവിടെ വരുമ്പോ എന്ത് പറയുന്ന നമ്മുടെ ഫ്രണ്ട്ലി ഓർ അപ്ലിഫ്റ്റ് യൂണിയൻസ് എന്താണ്? അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനാണ്? ക്രാഫ്റ്റ് കോൺഷ്യസ്നെസ്സിനല്ല, മറിച്ച് നമ്മുടെ തൊഴിലാളികളുടെ ഇൻട്രസ്റ്റിനാണ് അല്ലെ, അവരുടെ താല്പര്യങ്ങൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത്. ഓക്കെയാണോ? ഓക്കെയാണോ? ഇപ്പൊ നമ്മ ക്രാഫ്റ്റ് യൂണിയൻസ് ഒക്കെ പറയുമ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക സ്പെഷ്യലൈസേഷനിൽ അല്ലെങ്കിൽ പ്രത്യേക ജോബ് ചെയ്യുന്നവരാണ്. അപ്പൊ ഈ ഇത്തരം യൂണിയനിൽ അവർ ഏത് കാറ്റഗറി, ഏത് ജോബാണ്, അല്ലെങ്കിൽ ഏത് ടീച്ചറാണോ, അല്ലെങ്കിൽ എന്താണ് അവര് ഡ്രൈവർ ആണോ, അല്ലെങ്കിൽ ഡോക്ടർ, അങ്ങനെയുള്ള ഒരു ക്രാഫ്റ്റിലേക്കല്ല അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, മറിച്ച് അതിലുള്ള അംഗങ്ങളുടെ ഇൻട്രസ്റ്റിനാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത്. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് these unions inspire the workers for cooperative enterprises and profit sharing along with collective bargaining and mutual interest. Mutual insurance. ഈ എന്താണ്? സഹകരണ കോപ്പറേറ്റീവ് എന്റർപ്രൈസസ് അല്ലെ, സഹകരണ സംരംഭങ്ങൾക്കും ലാഭം പങ്കിടുന്ന അവർക്ക് ആ ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനിൽ ലഭിക്കുന്ന പ്രോഫിറ്റുകൾ നമ്മുടെ തൊഴിലാളികളുമായി ഷെയർ പങ്കിടുക അല്ലെ, ലാഭം പങ്കിടുന്നതിനുമുള്ള കൂട്ടായ വില പേശലിനും മ്യൂച്വൽ ഇൻഷുറൻസിനും ഈ യൂണിയനുകൾ നമ്മുടെ വർക്കേഴ്സിനെ പ്രചോദിപ്പിക്കുന്നു അല്ലെ, അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നു, ഇൻസ്പയർ ചെയ്യുന്നു. ഓക്കെയാണോ? എന്താണ്? ഇത്തരം യൂണിയനുകള് സഹകരണ സംരംഭങ്ങൾക്കും കൂടാതെ എന്താണ് അവർക്ക് ലഭിക്കുന്ന നമ്മുടെ കമ്പനിക്ക് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഓർഗനൈസേഷന് ലഭിക്കുന്ന പ്രോഫിറ്റുകള് എന്താണ്? ലാഭം നമ്മുടെ തൊഴിലാളികൾക്ക് പങ്കിടുന്നതിലും ഉള്ള കൂട്ടായ ചർച്ചകൾക്കും കൂടാതെ മ്യൂച്വൽ ഇൻഷുറൻസിനും നമ്മുടെ എംപ്ലോയീസിന് പ്രചോദനം നൽകുന്നു. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് റെവല്യൂഷണറി അല്ലെ. അപ്പൊ നമ്മ രണ്ട് എന്താണ് റിഫോമിസ്റ്റ് യൂണിയനില് ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രേഡ് യൂണിയൻ പർപ്പസിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായി തരംതിരിക്കുന്നുണ്ട്, റിഫോമിസ്റ്റും റെവല്യൂഷണറി അല്ലെ. റിഫോമിസ്റ്റ് യൂണിയൻ വീണ്ടും രണ്ടായി തരംതിരിക്കുന്നുണ്ട്, ബിസിനസ് യൂണിയൻ ആൻഡ് ഫ്രണ്ട്ലി ഓർ അപ്ലിഫ്റ്റ് യൂണിയൻസ്. നെക്സ്റ്റ് പറയുന്നത് റെവല്യൂഷണറി യൂണിയൻസ്. ആ പേരിൽ തന്നെ ഉണ്ട് അല്ലെ, റെവല്യൂഷൻ. ഉണ്ടോ? പേരിലുണ്ടോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. Revolutionary unions are based on the widely preferred principle of the people. എന്താണ്? നമ്മുടെ റെവല്യൂഷണറി യൂണിയൻസ് കൂടുതലായിട്ട് പ്രിഫറൻസ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്
എന്താണ് നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് പീപ്പിൾ അല്ലെ, പീപ്പിൾസിന്റെ ആളുകളുടെ പ്രിൻസിപ്പിൾസ് തത്വങ്ങൾക്കാണ്. എക്സാമ്പിൾ പറയാമോ? പ്രിൻസിപ്പിൾസ് ഓഫ് പീപ്പിൾ: honesty, integrity, responsibility, courage, loyalty, self-discipline അല്ലേ, കോമൺ സെൻസ്, അങ്ങനെ ഒരുപാട് പ്രിൻസിപ്പിൾസ് ഉണ്ട് അല്ലെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട. അപ്പൊ അങ്ങനെയുള്ള കോമൺ പ്രിൻസിപ്പിൾസിനാണ് ഇത്തരം യൂണിയനുകൾ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് നൽകുന്നത്. ഓക്കെ ആണോ? Based on these, their prime motive is to replace the prevalent system with a new and entirely different situations. അതായത് ഇത്തരത്തിലുള്ള പ്രിൻസിപ്പിൾസ് അല്ലെ, നമ്മുടെ പീപ്പിൾസിന്റെ ഇത്തരത്തിലുള്ള പ്രിൻസിപ്പിൾസ്, ഹോണസ്റ്റി, ഇന്റഗ്രിറ്റി, കോമൺ സെൻസ്, അഡ്ജസ്റ്റ്മെന്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ട് അവർ എന്ത് ചെയ്യുന്നെന്ന് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ എന്താണ്, ആ ഒരു വ്യവസ്ഥയെ പുതിയതും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥാപനമായി മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇത്തരം യൂണിയനുകളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്, പ്രൈം മോട്ടീവ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മ ഒരു വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അവിടുത്തെ ആളുകള് അവരുടെ പ്രിൻസിപ്പൾസ് ഫോളോ ചെയ്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്താണ്, നമുക്കൊരു വ്യത്യസ്തമായ അനുഭവമായിരിക്കും അല്ലേ. ആളുകൾക്കിടയിൽ എന്താണ്, നമുക്ക് നല്ലൊരു റിലേഷൻ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടോ? ആ ഒരു പ്രിൻസിപ്പിൾ അനുസരിച്ച് ഓരോരുത്തരും വർക്ക് ചെയ്യുകയാണെങ്കിലോ അവരുടെ റെസ്പോൺസിബിലിറ്റി അവർ ചെയ്യാം, നല്ല ഹോണസ്റ്റി ആയിട്ട് വർക്ക് ചെയ്യാം, അവർക്കിടയിൽ ഒരു ഇന്റഗ്രേഷൻ ഉണ്ടാവുക അല്ലെ, എല്ലാവർക്കും ഒരു വിശ്വസ്തത ഉണ്ടാവുക, സെൽഫ് ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാം. ആണോ? നമുക്ക് അവിടുത്തെ അറ്റ്മോസ്ഫിയർ തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുന്നുണ്ട് അല്ലെ. ആണോ? എന്താ പറയാത്തെ? ആണ് അല്ലെ. അപ്പൊ എന്താണ്, ഇത്തരത്തിലുള്ള പ്രിൻസിപ്പിൾസ് അല്ലെ, തത്വങ്ങൾ ഉപയോഗിച്ച് എന്താണ് നിലവിലുള്ള വ്യവസ്ഥയെ ആ ഒരു ഓർഗനൈസേഷൻ ഫോളോ ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തിൽ പുതിയതും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഒരു സ്ഥാപനമായി മാറ്റിയെടുക്കുക എന്നുള്ളതാണ് റെവല്യൂഷണറി യൂണിയൻസിന്റെ പ്രധാന ഉദ്ദേശം, മോട്ടീവ് എന്ന് പറയുന്നത്. The purpose of such union is to establish socialistic and communistic system by abolishing private property and the system of capitalist. എന്താണ്, മുതലാളിത്ത വ്യവസ്ഥയും പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലെ, സ്വകാര്യ സ്വത്തും നിർത്തലാക്കുന്നതിലൂടെ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥ സ്ഥാപിക്കുക എന്നതാണ് ഇത്തരം യൂണിയനുകളുടെ ഉദ്ദേശം അല്ലെ. ഇപ്പൊ മുതലാളിത്ത വ്യവസ്ഥയാണ് അല്ലെങ്കിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടിക്കാണ് കൂടുതൽ ഇമ്പോർട്ടന്റ് നൽകുന്നതെങ്കിൽ അവിടെ ആർക്കാണ് കൂടുതൽ പ്രാധാന്യം, ഇമ്പോർട്ടൻസ്? ആരെ ഇൻട്രസ്റ്റുകളും ആരെ കാര്യങ്ങളായിരിക്കും കൂടുതൽ സാറ്റിസ്ഫൈഡ് ചെയ്യുന്നത്? മുതലാളിമാരുടെ അല്ലെ, അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ ആണോ? മാനേജ്മെന്റിന്റെ താല്പര്യങ്ങളും അവരുടെ ഉദ്ദേശങ്ങളാണോ അവരെ പ്രാവർത്തികമാക്കുക? പക്ഷെ ഇവിടെ എന്താ ഇവര് പറയുന്നത്? റെവല്യൂഷണറി യൂണിയൻസ് ഇത്തരത്തിലുള്ള മുതലാളിത്ത വ്യവസ്ഥയും സ്വകാര്യ സ്വത്ത് അല്ലെ, എന്റെ പ്രോപ്പർട്ടി, ഞാൻ നടത്തുന്ന സ്ഥാപനമാണ്, ഇത് എന്റെ പ്രോപ്പർട്ടിയാണ് എന്ന് പറഞ്ഞ വർക്ക് ചെയ്താൽ എന്താണ്, ആളുകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചാല് അവിടെ എന്റെ ഇൻട്രസ്റ്റ് ആണ് അല്ലെ, എന്റെ താല്പര്യങ്ങളല്ലേ ഞാൻ നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത്. ആണോ? നിങ്ങളുടെ നീഡ്സുകളും നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് ഞാൻ പ്രാധാന്യം കൊടുക്കോ? ഇല്ല അല്ലെ. അപ്പൊ ആ ഒരു സ്വകാര്യ സ്വത്ത് അല്ലെങ്കിൽ ആ ഒരു മുതലാളിത്ത വ്യവസ്ഥകൾ നിർത്തലാക്കുന്നതിലൂടെ അവിടെ എന്താണ്, സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥ സ്ഥാപിക്കുക എന്നതാണ് ഇത്തരം യൂണിയനുകളുടെ പ്രധാന ഉദ്ദേശ്യം അല്ലെ. സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഇങ്ങനെയാണ്, എല്ലാവരും ഒരേപോലെയാണ് അല്ലെ, ഈക്വൽ ആണ് എല്ലാവർക്കും അല്ലെ, ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് അല്ലെ. ആണോ? ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യവസ്ഥ കൊണ്ടുവരിക എന്നതാണ് ഇത്തരം യൂണിയനുകളുടെ എംപ്ലോയി എംപ്ലോയർ എന്നുള്ള ആ ഒരു വ്യത്യസ്തത കൊണ്ടുവരാതെ എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് നൽകുക എന്നുള്ളതാണ് ഇത്തരം യൂണിയനുകളുടെ പ്രധാന ഉദ്ദേശം. ഓക്കെ ആണോ?
നെക്സ്റ്റ് പറയുന്നത് സച്ച് യൂണിയൻസ് ആർ ഡിവൈഡഡ് ഇൻ ദി ഫോളോയിങ് 4 ഗ്രൂപ്പ്സ് അല്ലെ. അപ്പൊ നമ്മൾ ഇനി ഒരു റെവല്യൂഷണറി യൂണിയൻസിനെ 4 ഗ്രൂപ്പുകളായി തരംതിരിക്കുന്നുണ്ട്. ഫസ്റ്റത്തെ വരുന്നത് പൊളിറ്റിക്കൽ യൂണിയൻസിൽ എന്താണ് രാഷ്ട്രീയ യൂണിയനുകള്. ഫസ്റ്റത്തെ വരുന്നത് സച്ച് യൂണിയൻ ഡിറൈവ് ദെയർ സ്ട്രെങ്ത് ഫ്രം പൊളിറ്റിക്കൽ ആക്ഷൻസ് ഫോർ പ്രൊട്ടക്ടിങ് ദ ഇൻട്രസ്റ്റ് ഓഫ് വർക്കേഴ്സ് അല്ലെ. എന്താണ് തൊഴിലാളികളുടെ താല്പര്യങ്ങള് സംരക്ഷിക്കപ്പെടുന്നതിനായിട്ട് രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നാണ് ഇത്തരം യൂണിയനുകൾ ശക്തി നേടുന്നത്. നമുക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞു അല്ലെ, എന്താണ് നമ്മുടെ ട്രേഡ് യൂണിയൻസ് എന്താണ് മറ്റു രാഷ്ട്രീയ യൂണിയനുകളിൽ അംഗങ്ങളായിരിക്കും അല്ലെ, ആണോ? എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു സെക്ഷനൊക്കെ അല്ലെ. അപ്പൊ എന്താണ് ഇത്തരം രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ അതർ പൊളിറ്റിക്കൽ പാർട്ടീസിൽ അവരുമായി കൂടിച്ചേർന്ന് അവരുടെ പ്രവർത്തനങ്ങളിലൂടെ അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള പോളിസികളും നടപടിക്രമങ്ങളും സ്ഥാപിക്കുന്നതിലൂടെ സ്ട്രൈക്കുകൾ നടത്തുന്നതിലൂടെ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൂടെയാണ് ഇത്തരം നമ്മുടെ വർക്കേഴ്സിന് നമ്മുടെ തൊഴിലാളികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പൊളിറ്റിക്കൽ യൂണിയൻസ് ശക്തി നേടുന്നത്. These unions work in order to reduce the difference between the wages of different workers അല്ലെ. പിന്നെ എന്താണ് ഇത്തരം യൂണിയനുകൾ എന്തിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്? നമ്മുടെ വർക്കേഴ്സിന്റെ ഇടയിലുള്ള ആ ഒരു വേജസിന്റെ ഡിഫറൻറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടി ഇവർ പ്രവർത്തിക്കുന്നുണ്ടോ? നമുക്ക് കഴിഞ്ഞ ദിവസം എടുത്തപ്പോ മിസ് പറഞ്ഞു ട്രേഡ് യൂണിയൻസിന്റെ ലീഡേഴ്സിന് സെയിം കാറ്റഗറിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് മറ്റു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ ആ ഒരു സാലറിയുടെ പോയിന്റ് അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞു അല്ലെ. ഓർമ്മയുണ്ടോ അതൊക്കെ? സെയിം കാറ്റഗറിയിൽ മറ്റു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ സാലറി അറിയണം എന്നല്ലേ, അതിനെ കുറിച്ച് ഒരു അറിവുണ്ടായിരിക്കണം. അപ്പൊ ഇത്തരത്തിലുള്ള സാലറിയിൽ വരുന്ന ആ ഒരു വ്യത്യാസങ്ങള് റെഡ്യൂസ് ചെയ്യാനും ഇത്തരം യൂണിയനുകൾ പ്രവർത്തിക്കുന്നു. ഓക്കെയാണോ? ചിലപ്പം ഇവിടെ സെയിൽസിൽ ഈ ഒരു കമ്പനിയിലെ സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് ഒരു 15 രൂപയായിരിക്കും. പക്ഷെ ആ ഒരു സമയത്ത് വേറൊരു കമ്പനിയിൽ അവരുടെ അടുത്ത് അല്ലെങ്കിൽ ആ ഒരു ലൊക്കാലിറ്റിയിലുള്ള വേറൊരു കമ്പനിയിൽ ആ ഒരു സെയിം പോസ്റ്റിൽ വർക്ക് ചെയ്യുന്നവർക്ക് 25,000 രൂപയുണ്ട്. അവിടെ എന്താണ് ഡിഫറൻസ് ഉണ്ടോ? ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മുടെ എംപ്ലോയീസിന് സാലറി, ആദ്യത്തെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് സാലറി കൂട്ടിക്കൊടുക്കണോ? അവരൊരുപാട് സാലറി കുറവിനാണ് അല്ലെ വർക്ക് ചെയ്യുന്നത്. ആണോ? പറയേ. ആണ് അല്ലെ. സെയിം കാറ്റഗറി സെയിം ജോലി ചെയ്യുന്നവർക്കാണ് ഇത്രയും വ്യത്യാസങ്ങൾ അല്ലെ. സെയിം ജോലി സെയിം കാറ്റഗറി സെയിം കൂട്ടിക്കൊടുക്കണം അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് അങ്ങനെയുള്ള ആ ഒരു ഡിഫറൻസ് സാലറിയിൽ വരുന്ന ആ ഒരു വ്യത്യാസങ്ങള് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും ഇത്തരം യൂണിയനുകൾ പ്രവർത്തിക്കുന്നു. ഓക്കെയാണോ? എല്ലാവർക്കും ഓക്കെയാണോ? പൊളിറ്റിക്കൽ യൂണിയൻസ് ഓക്കെയാണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. നെക്സ്റ്റ് പറയുന്നത് അനാർക്കിസ്റ്റ് യൂണിയൻ. അനാർക്കിസ്റ്റ് യൂണിയൻ ആർ ദോസ് യൂണിയൻ വിച്ച് അറ്റംപ്റ്റ് ടു ഡെമോളിഷ് ദ പ്രിവാലന്റ് എക്കണോമിക് സിസ്റ്റം ത്രൂ റെവല്യൂഷണറി മെഷേഴ്സ് അല്ലെ. എന്താണ് റെവല്യൂഷണറി മെഷേഴ്സ്? അതായത് വിപ്ലവകരമായിട്ടുള്ള നടപടിക്രമങ്ങളിലൂടെ എന്താണ് നിലവിലുള്ള സാമ്പത്തിക വ്യവസ്ഥയെ എന്താണ് തികച്ചും അല്ലെ തകർക്കാനായിട്ട് ഇത്തരം യൂണിയനുകള് ശ്രമിക്കുന്നു അല്ലെ. റെവല്യൂഷണറി മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രൈക്കുകള് അല്ലെങ്കിൽ എന്താണ് കമ്പനി മാനേജറിനെ തടഞ്ഞു വെക്കല് അല്ലെ. അങ്ങനെയുള്ള റെവല്യൂഷണറി മെഷേഴ്സിലൂടെ എന്താണ് അവരുടെ ആ ഒരു സമ്പദ് വ്യവസ്ഥയെ ഡെമോളിഷ് ചെയ്യാനായി തകർക്കാനായി ഇത്തരം യൂണിയനുകള് പ്രവർത്തിക്കുന്നു. ഓക്കെയാണോ? എല്ലാ യൂണിയനുകളും സമാധാനപരമായിട്ടായിരിക്കോ ചർച്ചകൾ നടത്തുന്നത്? എല്ലാവരും സമാധാനം ഇഷ്ടപ്പെടുന്നവരാണോ?
നമുക്കറിയാം സ്വാതന്ത്ര്യ സമരം, ആ ഒരു സ്വാതന്ത്ര്യ സമര ഇൻഡിപെൻഡൻസിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന നേതാക്കളിൽ തന്നെ നമുക്കറിയാം അല്ലെ, പലരും പല നമ്മുടെ ഗാന്ധിജി അഹിംസയാണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ അല്ലെ, എല്ലാ നേതാക്കളും അതാണോ ഇഷ്ടപ്പെട്ടത്? അഹിംസാ മാർഗത്തിലൂടെ ഇല്ല അല്ലെ. അപ്പൊ അതേപോലെ എന്താണ്, ട്രേഡ് യൂണിയൻസ് വിപ്ലവകരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് നമ്മുടെ എംപ്ലോയീസിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ ആണോ? നിങ്ങൾ കേൾക്കാറുണ്ട് അല്ലെ, അവിടെ തല്ലിപ്പൊളി ഉണ്ടായി, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ മാനേജറിനെ തടഞ്ഞു വെച്ചു എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറില്ലേ ടിവിയിലും ന്യൂസിലൊക്കെ? തൊഴിലാളികളുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ചർച്ചകൾ പരാജയപ്പെടുന്ന സിറ്റുവേഷനിൽ സ്ട്രൈക്കുകൾ അല്ലേ. അപ്പൊ അങ്ങനെയുള്ള റെവല്യൂഷണറി മെഷേഴ്സുകൾ ഉപയോഗിച്ച് അവരവിടുത്തെ സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കാനായി ശ്രമിക്കുന്നു അല്ലെ. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് predatory unions. Such unions do not follow any fixed methodology to work upon. അല്ലെ. അപ്പൊ നമ്മ ഫസ്റ്റത്തെ പറഞ്ഞത് എന്താണ്? പൊളിറ്റിക്കൽ യൂണിയൻസ്. അവരെന്താണ്? പൊളിറ്റിക്കൽ ആയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൂടെയാണ് അവർ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞു. രണ്ടാമത്തെ അനാർക്കിസ്റ്റ് വന്നപ്പോ അവരെന്താണ്? റെവല്യൂഷണറി മെഷേഴ്സ് അല്ലെ, വിപ്ലവകരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെയാണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് predatory യൂണിയൻസ് ആവുമ്പോൾ അവർക്ക് ഫിക്സ്ഡ് ആയിട്ടുള്ള ഇന്ന രീതി ഉപയോഗിക്കാം, ഇന്ന മെത്തഡോളജിയിൽ വർക്ക് ചെയ്യാമെന്നുള്ള ഒരു കാര്യം അവര് ഫോളോ ചെയ്യുന്നില്ല. ഓക്കെ ആണോ? ഓക്കെ ആണോ? അവരെന്താണ് ഏത് ആ ഒരു സിറ്റുവേഷൻ അവർക്ക് നമ്മുടെ എംപ്ലോയീസിന്റെ താല്പര്യങ്ങളും അവരുടെ നീഡ്സുകളും സംരക്ഷിക്കപ്പെടാൻ ആ ഒരു സമയത്ത് ആ ഒരു പെർട്ടിക്കുലർ കണ്ടീഷനിൽ ഏത് മെത്തഡോളജി യൂസ് ചെയ്യാം? റെവല്യൂഷണറി ആണോ, അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ആയിട്ടുള്ള എന്താണ് സമാധാനപരമായിട്ടുള്ളതാണോ, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പ്രവർത്തനങ്ങളാണോ നടത്താൻ പറ്റുന്നത്? ആ ഒരു സിറ്റുവേഷനിൽ ഏതാണോ ആപ്റ്റ് ആയിട്ടുള്ളത് ആ ഒരു മെത്തഡോളജി ആയിരിക്കും അവർ ഉപയോഗിക്കുന്നത്. ഓക്കെ ആണോ? അവരെന്താണ്? predatory യൂണിയൻസ് എന്താണ് നിശ്ചിതമായിട്ട് ഒരു മെത്തഡോളജി ഉപയോഗിക്കുന്നില്ല അല്ലെ, രീതിശാസ്ത്രവും ഉപയോഗിക്കുന്നില്ല. They do not remain confined to just one method and keep on finding new means അല്ലെ. എന്താണ് ഇവ ഒരു രീതിയിൽ മാത്രം ഒരു മെത്തഡോളജിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, പുതിയ മാർഗങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു അല്ലെ. ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് അവർ പുതിയ മാർഗങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. They can implement any technique which they feel can result in employee welfare അല്ലെ. എന്താണ് അവർക്ക് ആ ഒരു എംപ്ലോയിയുടെ ക്ഷേമം എന്താണ് വെൽഫെയർ സംരക്ഷിക്കപ്പെടാൻ അവർക്ക് ഏത് ടെക്നിക്കാണോ ആ ഒരു സമയത്ത് നടപ്പിലാക്കാൻ സാധിക്കുന്നത് ആ ഒരു ടെക്നിക്ക് അവരെന്ത് ചെയ്യും? ആ ഒരു സന്ദർഭങ്ങളിൽ നടപ്പിലാക്കുന്നു, ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ഓക്കെ ആണോ? ഓക്കെ ആണോ? ജീവനക്കാരുടെ ക്ഷേമത്തിന് കാരണമാകുന്നത് ഏത് ആ ഒരു സിറ്റുവേഷനിൽ ഏത് മെത്തഡോളജി ആണോ അതിന് ആപ്റ്റ് ആകുന്നത് ആ ഒരു രീതി ആ ഒരു ടെക്നിക്സ് അതിന്റെ ആ ഒരു സിറ്റുവേഷനിൽ അവര് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. വേരിയസ് ടൈപ്സ് ഓഫ് predatory യൂണിയൻസ്. ചില സമയത്ത് നമ്മൾ ചർച്ചകൾ നടത്തിയാൽ മതിയായിരിക്കും അല്ലെ. നമ്മുടെ മാനേജ്മെന്റുമായിട്ട് ചർച്ചകൾ നടത്തി കഴിഞ്ഞാൽ ചിലപ്പോ എന്തിട്ടാം നമ്മൾ പറയുന്ന ആവശ്യകതകൾ അവർ നിറവേറ്റി തരാം അല്ലേ. ആണോ? ആ ഒരു സിറ്റുവേഷനില് നമ്മൾ ചെന്നിട്ട് അവരോട് സ്ട്രൈക്ക് എടുത്താ അല്ലെങ്കിൽ അവിടുത്തെ മാനേജറെ തടഞ്ഞു വെക്കുക അല്ലെങ്കിൽ നമ്മ അവിടെ തല്ലിപ്പൊളി ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? ഉണ്ടാക്കണോ? ആദ്യം തന്നെ ചെന്ന് വേണ്ട അല്ലെ. ആദ്യം ചർച്ച നടത്താം. ചർച്ചയിൽ പരാജയപ്പെടുന്ന സിറ്റുവേഷനിൽ മാത്രം നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കിയാൽ മതി അല്ലേ. ആണോ? അപ്പൊ എന്താണ് ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ എംപ്ലോയിയുടെ വെൽഫെയർ സംരക്ഷിക്കപ്പെടാൻ ഏത് കാര്യമാണോ ഏത് ടെക്നിക്സ് ആണോ അവർക്ക് ആ ഒരു സമയത്ത് നടപ്പിലാക്കാൻ സാധിക്കുന്നത് അത് അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നു.
ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ വേരിയസ് ടൈപ്സ് ഓഫ് പ്രെഡേറ്ററി യൂണിയൻസ്. പ്രെഡേറ്ററി യൂണിയനെ നമ്മ രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റത്തത് ഹോൾഡ് അപ്പ് യൂണിയൻസ്, രണ്ടാമത്തേത് ഗൊറില്ല യൂണിയൻസ് അല്ലെ. അപ്പൊ ഹോൾഡ് അപ്പ് യൂണിയൻസ് ഇൻ ലാർജ് ഇൻഡസ്ട്രിയൽ സെന്റേഴ്സ് which also work a business union. Such a union is to be found അല്ലെ. എന്താണ്, നമ്മുടെ വലിയ വ്യവസായ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ബിസിനസ് യൂണിയനുകളായും ഇത്തരം ഹോൾഡ് അപ്പ് യൂണിയനുകൾ പ്രവർത്തിക്കുന്നു. വലിയ വലിയ സ്ഥാപനങ്ങളിൽ ഇൻഡസ്ട്രിയൽ സെന്റേഴ്സ്, വ്യവസായിക കേന്ദ്രങ്ങളിലുള്ള ബിസിനസ് യൂണിയനുകളായിട്ടും ഇത്തരം ഹോൾഡ് അപ്പ് യൂണിയൻസ് പ്രവർത്തിക്കുന്നു. These unions look like a conventional unions and pay attention to establish concurrence between workers and the management interest അല്ലെ. എന്താണ്, ഈ യൂണിയനുകള് നമ്മുടെ പരമ്പരാഗത യൂണിയനുകളായും കാണപ്പെടുന്നു അല്ലെ. നമ്മുടെ മുമ്പൊക്കെയുള്ള ആളുകൾ ഉപയോഗിച്ചിരുന്ന ഒരു പരമ്പരാഗത യൂണിയനായിട്ടും ഇത്തരം യൂണിയനുകള് കാണപ്പെടുന്നു. കൂടാതെ ഇവരെന്താണ് മെയിനായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ എംപ്ലോയീസിന്റെയും വർക്കേഴ്സിന്റെയും മാനേജ്മെന്റിന്റെയും താല്പര്യങ്ങൾക്കിടയിൽ സമാനത സ്ഥാപിക്കുന്നതിൽ അല്ലെ, രണ്ടുപേരെയും ആ ഒരു താല്പര്യങ്ങളിൽ ഒരു എന്താണ് ഒരു സിമിലാരിറ്റി, ഒരു സമാനത കൊണ്ടുവരുന്നതിൽ ഈ ട്രേഡ് യൂണിയൻസ് ഇതിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നമ്മുടെ എംപ്ലോയീസിന്റെയും മാനേജ്മെന്റിന്റെയും ഇടയിൽ ഒരു സമാനത കൊണ്ടുവന്നാൽ എന്താ വരുന്നത്, രണ്ടുപേരും ഓരോ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവോ, കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവോ, പ്രോബ്ലംസ് ഉണ്ടാവോ ഇല്ല അല്ലെ. അപ്പൊ ആ ഒരു രീതിയിലാണ് അവര് പ്രവർത്തിക്കുന്നത്. നമ്മുടെ മാനേജ്മെന്റിന്റെയും എംപ്ലോയീസിന്റെയും ചിന്തകളിൽ അല്ലെ, അവരുടെ പ്രവർത്തനങ്ങളിൽ, അവരുടെ താല്പര്യങ്ങളിൽ ഒരു സിമിലാരിറ്റി, ഒരു സമാനത കൊണ്ടുവരാൻ ഇത്തരം യൂണിയനുകൾ ശ്രമിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത്, these trade unions operate through collective bargaining and claim to respect law, order and the employer-employee agreements അല്ലെ. ഇത്തരം യൂണിയനുകൾ എന്താണ് ചെയ്യുന്നത്, കളക്റ്റീവ് ബാർഗൈനിങ്, എന്തിനു വേണ്ടിയിട്ട്, കൂട്ടായ ചർച്ചകൾ നടത്തുന്നു. കൂടാതെ എന്താണ്, അവർ ആ ഒരു സ്ഥാപനത്തിലുള്ള അല്ലെ, നമ്മൊരു ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ നമ്മൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ അവരുണ്ടായിരിക്കും ഒരുപാട് ലോസ് ഉണ്ടായിരിക്കും, ഒരുപാട് ഓർഡേഴ്സ്, നിയമങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, ഉണ്ടാവോ, പോളിസികൾ ഉണ്ടാവും അല്ലെ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും അല്ലെ. നമ്മ ഏതൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവോ, നമ്മൊരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ലോസും റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാവോ. അപ്പൊ ഇത്തരം യൂണിയനുകൾ എന്ത് ചെയ്യുന്നു, കൂട്ടായ ബാർഗൈനിങ്, കൂട്ടായ വിലപേശലുകള്, ചർച്ചകൾ നടത്തുന്നു. കൂടാതെ അവിടെ വർക്ക് ചെയ്യുന്ന ആ ഒരു സ്ഥലത്തുള്ള ആ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രിയിലുള്ള ലോസും നിയമങ്ങളും ഓർഡേഴ്സും എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള എഗ്രിമെന്റുകൾ ഇവരെന്തെയ്യുന്നുണ്ട്, ബഹുമാനിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഓക്കെയാണോ? അപ്പൊ ആ ഒരു ലോസിനും ഓർഡേഴ്സിനും ആ ഒരു എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇത്തരം യൂണിയനുകള് പ്രവർത്തിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത്, ഒരു മിനിറ്റ്, next, however, in practical terms, they do not follow any standard principle, and there is no genuine concern for the rights and welfare of non-members of it. Next പറയുന്നത്, കൂടാതെ എന്താണ്, ഇവിടെ ഒരു സ്റ്റാൻഡേർഡ് പ്രിൻസിപ്പിൾസിലും ഫോളോ ചെയ്യുന്നില്ല അല്ലെ. നമ്മൾ നേരത്തെ മെത്തഡോളജി യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ പോലെ ഇവരെന്താണ്, ഒരു സ്റ്റാൻഡേർഡ് പ്രിൻസിപ്പിളും ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള തത്വങ്ങളും
ഇവര് ഫോളോ ചെയ്യുന്നില്ല. കൂടാതെ ഇവരെന്താണ് അവരുടെ ആ ഒരു യൂണിയൻസില് അംഗങ്ങളാകാത്ത നോൺ മെമ്പേഴ്സ് അല്ലെ, അംഗങ്ങളാകാത്ത എംപ്ലോയീസിന്റെ അവകാശങ്ങളെ കുറിച്ചോ അവരെ വെൽഫെയർസ് അവരുടെ ക്ഷേമങ്ങളെ കുറിച്ചോ ഇവർക്ക് എന്താണ് യാതൊരു തരത്തിലുള്ള ആശങ്കകളും ഉണ്ടാകുന്നില്ല. ഓക്കെയാണോ? ഈ ഹോൾഡപ്പ് യൂണിയൻസ് ഒരു തരത്തിലുള്ള സ്റ്റാൻഡേർഡ് പോളിസികളും ഫോളോ ചെയ്യുന്നില്ല അല്ലെ, പാലിക്കപ്പെടുന്നില്ല. കൂടാതെ അവരുടെ ആ ഒരു യൂണിയൻസിൽ അംഗങ്ങളല്ലാത്ത എംപ്ലോയീസിനെ വർക്കേഴ്സിനെ കുറിച്ച് അവർക്ക് യാതൊരു വിധത്തിലുള്ള ആശങ്കകളും നിലനിൽക്കുന്നില്ല അല്ലെ. അവരെ ഇതിലല്ലാത്ത ആളുകളെ കുറിച്ച് അവരുടെ അവകാശങ്ങളെ കുറിച്ച് അവർക്ക് സാലറി ഇൻക്രിമെന്റ് കൊടുക്കണമല്ലോ, അവർക്ക് പ്രൊമോഷൻ കൊടുക്കണമല്ലോ, അവരുടെ ഇൻട്രസ്റ്റ് സംരക്ഷിക്കപ്പെടണമല്ലോ എന്നുള്ള യാതൊരു തരത്തിലുള്ള ആശങ്കകളും ഇവർക്ക് വരുന്നില്ല. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് ഗുറില്ല യൂണിയൻസ് അല്ലെ. സച്ച് യൂണിയൻസ് വർക്ക് ഓൺ ദ കോൺസെപ്റ്റ് ഓഫ് നോൺ കോപ്പറേഷൻ വിത്ത് ദ മാനേജ്മെന്റ് ഓഫ് ദി കമ്പനി. ഇത്തരം യൂണിയനുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നോക്കിയേ. വർക്ക് ഓൺ ദ കൺസെപ്റ്റ് ഓഫ് എന്താശയത്തിലാണ്? നോൺ കോപ്പറേഷൻസ് അല്ലെ, നിസ്സഹകരണം അല്ലെ. നമ്മുടെ മാനേജ്മെന്റുമായിട്ട് ഒരു തരത്തിലുള്ള സഹകരണം ഇല്ലാതെയാണ് ഈ ഇത്തരം യൂണിയനുകള് ഗൊറില്ല യൂണിയൻസുകള് പ്രവർത്തിക്കുന്നത്. അവരുമായി യാതൊരു തരത്തിലുള്ള ബാർഗെയിനിങ്ങോ അല്ലെങ്കിൽ എന്താണ് യാതൊരു തരത്തിലുള്ള ചർച്ചകളും നടത്തുന്നില്ല. അവരുമായിട്ട് തീർത്തും നിസ്സഹകരണ മനോഭാവമായിരിക്കും ഇത്തരം യൂണിയനുകളിൽ ഫോളോ ചെയ്യുന്നത്. ഇൻ അതർ വേർഡ്സ് നമുക്ക് മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി സെഡ് ദാറ്റ് ദിസ് യൂണിയൻ വർക്ക് ഓൺ ഡിസ്ക്ലോസ്ഡ് ആൻഡ് ഫിയേഴ്സ് മെത്തേഡ് ഓഫ് നെഗോഷിയേഷൻസ്. ഇത്തരം യൂണിയനുകള് എന്താണ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഡിസ്ക്ലോസ്ഡ് അല്ലെ, വെളിപ്പെടുത്താത്തതും ആരോടും വെളിപ്പെടുത്താത്തതും തീർത്തും എന്താണ് ക്രൂരമായിട്ടുള്ള രീതികളുമായിരിക്കും ഇത്തരം യൂണിയനുകള് ഫോളോ ചെയ്യുന്നത്. അതിലായിരിക്കും ഇത്തരം യൂണിയനുകള് പ്രവർത്തിക്കുന്നത്. ഇത്തരം ഒന്നുകൂടെ പറയാം. ഇൻ അതർ വേർഡ്സ് മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം യൂണിയനുകൾ പ്രവർത്തിക്കുന്നത് എന്താണ്? വെളിപ്പെടുത്താത്തതും ക്രൂരമായിട്ടുള്ള ചർച്ചാ രീതികളുമായിരിക്കും ഇത്തരം യൂണിയനുകള് പ്രവർത്തിക്കുന്നത്. നമ്മ കേൾക്കാറുണ്ട്, നമ്മുടെ നാട്ടിൽ മാവോയിസ്റ്റുകളൊക്കെ കേൾക്കാറുണ്ട് അല്ലെ, കേട്ടിട്ടുണ്ടോ? സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ മാവോയിസ്റ്റുകളൊക്കെ? അവരെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? വിപ്ലവകരമായിട്ടുള്ള രീതികളിലൂടെ ആയിരിക്കും അല്ലെ? ആണോ? കേട്ടിട്ടില്ലേ? സമാധാനപരമായ രീതിയിലായിരിക്കോ അവർ കാര്യങ്ങൾ ചെയ്യുന്നത്, പ്രവർത്തനങ്ങൾ നടത്തുന്നത്? അല്ല അല്ലെ, തികച്ചും ബോംബിട, എന്താണ് ആയുധങ്ങളെ വെച്ച് മുറിവുകൾ അങ്ങോട്ടും പരസ്പരം കലഹിക്കുക അല്ലെ, കലാപങ്ങൾ ഉണ്ടാക്കാം അല്ലെ? ആണോ? നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലെ. അപ്പൊ അതേപോലെ എന്താണ് ഇത്തരം യൂണിയനുകള് വെളിപ്പെടുത്താത്തതും തികച്ചും ക്രൂരമായ ചർച്ചാ രീതികളുമായിരിക്കും അവര് ഉപയോഗിക്കുന്നത്. ഓക്കെ ആണോ എല്ലാവർക്കും? നെക്സ്റ്റ് പറയുന്നത് these unions are opposite to that of hold up union as they always operate against the employees അല്ലെ. ഇത്തരം യൂണിയനുകള് എന്താണ് നമ്മുടെ ഹോൾഡ് അപ്പ് യൂണിയൻസിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും, വിപരീതമായിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത്. കൂടാതെ എന്താണ് ഇവര് നമ്മുടെ എംപ്ലോയേഴ്സിന്റെ തൊഴിലുടമയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും അല്ലെ, അവർക്ക് എതിരായിട്ടായിരിക്കും, അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത്. നമ്മുടെ തൊഴിലുടമയുടെ ആവശ്യങ്ങൾ ഇൻട്രസ്റ്റുകളൊന്നും സംരക്ഷിക്കപ്പെടാൻ അവരെന്താണ് പ്രാധാന്യം കൊടുക്കുന്നില്ല. അവര് എംപ്ലോയേഴ്സിന് എതിരായിട്ടായിരിക്കും അവര് പ്രവർത്തിക്കുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ പറഞ്ഞു അല്ലെ എന്താണ് ഹോൾഡ് അപ്പ് യൂണിയൻസിൽ എന്താ പറഞ്ഞേ, നമ്മുടെ എംപ്ലോയീസ് വർക്കേഴ്സിന്റെയും
ശ്രദ്ധ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അവിടെ ആർക്കും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് ഹോൾഡ് അപ്പ് യൂണിയൻസില്? മാനേജ്മെന്റിന് അല്ലെ, എംപ്ലോയേഴ്സിനും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടോ ഹോൾഡ് അപ്പ് യൂണിയൻസില്? ഉണ്ട്. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? ഇവര് തീർത്തും നമ്മുടെ ഗൊറില്ല യൂണിയൻസ് നമ്മുടെ ഹോൾഡ് അപ്പ് യൂണിയൻസിന്റെ ഓപ്പോസിറ്റ് എതിരായിട്ടായിരിക്കും പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കൂടാതെ ഇവരെന്താണ് നമ്മുടെ തൊഴിലുടമക്ക് ഓപ്പോസിറ്റ് എഗെയിൻസ്റ്റ് എതിരായിട്ടായിരിക്കും എപ്പോഴും പ്രവർത്തിക്കുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ദ ലീഡേഴ്സ് ഓഫ് സച്ച് യൂണിയൻസ്. ഇത്തരം യൂണിയൻസിന്റെ ലീഡേഴ്സ് നേതാക്കൾ എങ്ങനെയുള്ളവരായിരിക്കുന്ന? യൂണിയൻസ് ആർ ഡിസ്ഹോണസ്റ്റ്, സത്യസന്ധരായിരിക്കില്ല. അൺട്രസ്റ്റ് വർത്തി അല്ലെ, നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാത്തവരായിരിക്കും. കൂടാതെ ഇറസ്പോൺസിബിൾ അല്ലെ, എന്താണ്? ഉത്തരവാദിത്തമില്ലാത്തവരായിരിക്കും. ആൻഡ് ക്വയറ്റ് ടഫ് ഇൻ ആറ്റിറ്റ്യൂഡ് അല്ലെ, വളരെ കർക്കശ സ്വഭാവമുള്ളവരുമായിരിക്കും ഇത്തരം യൂണിയൻസിന്റെ ലീഡേഴ്സ്. ഒക്കെയാണോ? ഇത്തരം ഗൊറില്ല യൂണിയൻസിന്റെ ലീഡേഴ്സ് എങ്ങനെയുള്ളവരായിരിക്കും? കർക്കശക്കാരനായിരിക്കും, ഇറസ്പോൺസിബിൾ ഉത്തരവാദിത്തമില്ലാത്തവരായിരിക്കും, സത്യസന്ധരായിരിക്കില്ല, കൂടാതെ വിശ്വാസയോഗ്യരും ആയിരിക്കില്ല. തികച്ചും നെഗറ്റീവ് ആണ് അല്ലെ ഗൊറില്ല യൂണിയൻസ്, ആണോ? ആണോ? നേതാക്കളും അല്ലെ? എന്താണ് മക്കളെ ഒരു ചാറില്ലാണ്ടിരിക്കണേ? ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് these unions use pressure factors and violence to get their demand fulfilled. എന്താണ്? അവരെ ആ ഒരു ഡിമാൻഡ് അവര് ഫുൾഫിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, നിറവേറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ മാനേജ്മെന്റിനെ അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയീസിനെ പ്രഷർ ചെയ്യുന്നുണ്ട് അല്ലെ, സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. കൂടാതെ വയലൻസ്, അക്രമങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെയാണോ? ഇത്തരം യൂണിയനുകള് അവർ പറയുന്ന ആ ഒരു ഡിമാൻഡുകൾ അല്ലെ, അവരുടെ ആവശ്യങ്ങള് നിറവേറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് മാനേജ്മെന്റിൽ ഒരുപാട് സ്ട്രെസ്സുകൾ അല്ലെ, ഒരുപാട് പ്രഷർ കൊടുക്കുന്നുണ്ട്. കൂടാതെ അക്രമങ്ങളും അവർ ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഡിപെൻഡന്റ് യൂണിയൻസ് അല്ലെ. അക്കോർഡിംഗ് ടു പ്രൊഫസർ ഹോക്സി there is one more type of union അല്ലെ, നമ്മൾ എന്താണ് which is known as dependent unions. നമ്മുടെ ഹോക്സിയുടെ അടിസ്ഥാനത്തിൽ മറ്റൊരു യൂണിയനും കൂടി ഉണ്ട് അല്ലെ. അപ്പൊ അതേതാണ്? നമ്മുടെ പർപ്പസിന്റെ അടിസ്ഥാനത്തിൽ വേറൊരു യൂണിയൻസ് കൂടിയുണ്ട്. നമ്മുടെ റെവല്യൂഷണറി യൂണിയൻസിൽ വേറൊരു യൂണിയൻസ് കൂടി ഉണ്ട്. അതാണ് ഡിപെൻഡന്റ് യൂണിയൻസ്. കീ characteristics of such a union is that it depends on any other forms of unions either fully or partially. ഇത്തരം യൂണിയനുകള് മറ്റു യൂണിയൻസിൽ വേറെ ഏതെങ്കിലും യൂണിയൻസിന് മുഴുവനായോ അല്ലെങ്കിൽ പാർഷ്യലി ആയിട്ട് എന്തായിരിക്കും? ഡിപ്പെൻഡന്റ് ചെയ്യുന്ന, ആശ്രയിക്കുന്ന ആളുകളായിരിക്കും, ആശ്രയിക്കുന്ന യൂണിയൻ ആയിരിക്കും. ഓക്കെയാണോ? ഇത്തരം യൂണിയനുകൾ ആ പേരിൽ തന്നെയുണ്ട്, ഡിപ്പെൻഡന്റ് ചെയ്താണ് അല്ലെ, ആശ്രയിക്കുകയാണ് അല്ലെ. അപ്പൊ എന്താണ്? ഇത്തരം യൂണിയനുകള് പാർഷ്യലി ഭാഗികമായോ അല്ലെങ്കിൽ ഫുള്ളി മുഴുവനായിട്ടോ എന്താണ്? വേറെ ഏതെങ്കിലും യൂണിയൻസിനെ ആശ്രയിച്ചിരിക്കുന്നു. ഓക്കെയാണോ? ഇത്രയും ഭാഗം ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് യൂണിയൻ ഓൺ ദ ബേസിസ് ഓഫ് മെമ്പർഷിപ്പ് സ്ട്രക്ചർ അല്ലെ. നമ്മുടെ മെമ്പർഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ നമ്മെ ട്രേഡ് യൂണിയൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നു അല്ലെ. അപ്പൊ ട്രേഡ് യൂണിയൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് into following types based on membership സ്ട്രക്ചർ. നമ്മുടെ മെമ്പർഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ താഴെ തന്നിരിക്കുന്ന രീതിയിൽ നമ്മൾ ട്രേഡ് യൂണിയൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നു അല്ലെ. ഫസ്റ്റ് പറയുന്നത് ക്രാഫ്റ്റ് യൂണിയൻസ് being constituted by the employees of similar craft.
specialization or occupation, craft union is the simplest kind of trade unions. എന്താണ് ഒരേപോലെയുള്ള സിമിലർ ആയിട്ടുള്ള ക്രാഫ്റ്റുകൾ, കരകൗശലങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്പെഷ്യലൈസേഷൻ അല്ലെ, ഒരു പ്രത്യേക ഏരിയയിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ആളുകൾ, ഡോക്ടേഴ്സ് ഒക്കെ, അതല്ലെങ്കിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരേ തരത്തിലുള്ള ഒക്യുപ്പേഷൻസ് ചെയ്യുന്നവര്, അവരൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അവര് കൂടി തുടങ്ങിയുന്ന അല്ലെ, അവര് തമ്മിലുള്ള ആ ഒരു യൂണിയൻസിനെയാണ് ക്രാഫ്റ്റ് യൂണിയൻസ് എന്ന് പറയുന്നത്. എന്താണ് ഒരേപോലെയുള്ള ജോലികൾ ചെയ്യുന്ന ആളുകൾ തമ്മിൽ അസോസിയേഷൻ, യൂണിയനുകൾ രൂപീകരിക്കുന്നതിനെയാണ് ക്രാഫ്റ്റ് യൂണിയൻ എന്ന് പറയുന്നത്. ഈ ക്രാഫ്റ്റ് യൂണിയൻ എന്ന് പറയുന്നത് നമ്മുടെ ട്രേഡ് യൂണിയൻസിന്റെ ഏറ്റവും ലളിതമായിട്ടുള്ള, സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു യൂണിയൻ ആണ്. ഓക്കെ ആണോ? ഒരേപോലെയുള്ള ക്രാഫ്റ്റ്, കരകൗശലം, അങ്ങനെയുള്ള ഈ നമ്മുടെ ഈ ഫർണിച്ചർ ഒക്കെ പണിയുന്ന ആളുകളില്ലേ, കാർപ്പന്റേഴ്സ് അല്ലേ, അപ്പൊ അങ്ങനെയുള്ള ഒരേപോലെയുള്ള സിമിലർ ക്രാഫ്റ്റുകൾ ചെയ്യുന്നവര്, അല്ലെങ്കിൽ ഒരു സ്പെഷ്യലൈസേഷൻ, ഒരു പ്രത്യേക ഏരിയയില്, അല്ലെങ്കിൽ ഒരേപോലെയുള്ള ജോലികൾ ചെയ്യുന്നവര് ഒക്കെ കൂടി ചേർന്ന് ോട്ടുള്ള ഒരു യൂണിയനെയാണ് ക്രാഫ്റ്റ് യൂണിയൻ എന്ന് പറയുന്നത്. നമ്മുടെ ട്രേഡ് യൂണിയൻസിന്റെ ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു യൂണിയനാണ് ക്രാഫ്റ്റ് യൂണിയൻ. നെക്സ്റ്റ് പറയുന്നത്, however it does not matter in what industry or trade they are involved in. ഇല്ലേ? നെക്സ്റ്റ് പറയുന്നത്, എന്നിരുന്നാലും ഇവർ ഏത് ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്, ഏത് ട്രേഡിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് അവര് കൺസിഡർ ചെയ്യുന്നില്ല, പരിഗണിക്കുന്നില്ല അല്ലെ. അവരെന്താണ് ഒരേപോലെയുള്ള ജോലികൾ ചെയ്താൽ മാത്രം അവർക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ഒരു അസോസിയേഷൻ. ഇപ്പൊ ടീച്ചേഴ്സ് യൂണിയൻ എന്ന് പറയുന്നുണ്ട്. ടീച്ചേഴ്സ് യൂണിയനിൽ പറയുന്നുണ്ടോ, നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നവരാണ്, വലിയ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നവർ, അങ്ങനെയുണ്ടോ? ടീച്ചേഴ്സിന്റെ യൂണിയൻ ആണ് അല്ലെ. ഡ്രൈവേഴ്സ് യൂണിയൻ ഉണ്ട് ഇല്ലേ, ഡ്രൈവേഴ്സ് യൂണിയൻ ഉണ്ട്. അപ്പൊ അവര് ഏത് തരത്തിലുള്ള ഒരേപോലെയുള്ള ജോലി ചെയ്യുക, അത് ഏത് ഇൻഡസ്ട്രിയിലാണ്, എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഇല്ല. ഓക്കെ ആണോ? ബാക്കി മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കേ. ഓക്കെ ഓക്കെ, താങ്ക് യു ഓൾ. എക്സാമിന്റെ ടെൻഷൻ ആണോ എല്ലാവർക്കും? മോക്ക് ടെസ്റ്റുകളൊക്കെ എല്ലാവരും ഒന്നുകൂടി ഒക്കെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പഠിക്കാം കേട്ടോ. മിസ്സുമാരിട്ടിട്ടില്ലേ മോക്ക് ടെസ്റ്റുകള്? അപ്പൊ അതൊക്കെ പഠിക്കാം. പിന്നെ മിസ്സുമാരെടുക്കുമ്പോ ഇമ്പോർട്ടന്റ് പറയുന്ന സെക്ഷൻ ഒക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് നോക്കുക. എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? നിങ്ങൾക്കൊരു ഇതറിയാൻ വേണ്ടിയിട്ടല്ലേ, എക്സാം എങ്ങനെയായിരിക്കും, മോഡലൊക്കെ അറിയണ്ടേ, അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു എക്സാം അല്ലേ, ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ഓൾ.